ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ നന്നായിട്ട് ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പൈൽസ് സെലക്ട് ചെയ്യാം. അപ്പോൾ എന്നാണോ നിങ്ങൾ ഈ ഒരു റീഡിങ്ങിലോട്ട് അട്രാക്റ്റ് ചെയ്ത് വരുന്നത്, അതാണ് കറക്റ്റ് ടൈം ഇത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു. ഇവിടെ വെൽവെറ്റ് ലീഫാണ് സെൽഫ് ലവ്. സെക്കൻഡ് വന്നിട്ട് യാരോ ആണ് ബൗണ്ടറീസ്. ഇവിടെ ഒരു പിങ്ക് കളർ, ഇവിടെ ഒരു യെല്ലോ ഓറഞ്ച് കളറാണ് വന്നേക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. കുറച്ചൊരു കാം മൈൻഡിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. അപ്പോൾ നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് ഈ ഒരു സമയത്തോട്ടുള്ള. താങ്ക് യു. പൈൽ നമ്പർ 1. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത് വെൽവെറ്റ് ലീഫാണ്. സെൽഫ് ലവിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. സെൽഫ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുക, നമ്മളെ പരിപാലിക്കുക, ഓക്കെ, നമ്മളെ നർച്ചർ ചെയ്യുക, നമ്മുടെ എന്താ പറയുക, കുറച്ചും കൂടെ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ആ ഒരു എനർജിയാണ്. താങ്ക് യു. ഇവിടെ വന്നിട്ട് ദ ഡെവിളിൻ്റെ എനർജിയാണ്. ഏസ് ഓഫ് കപ്സ്, അഗെയിൻ ആ ഒരു സെൽഫ് ലവ് ഹീലിങ്ങിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. 7 ഓഫ് കപ്സ്, ദ വേൾഡ്, 8 ഓഫ് പെൻറ്റക്കിൾസ്. ബാക്കിൽ വന്നിട്ട് 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഈ ഒരു ദിവസം കുറച്ചൊരു സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മൂവ് ഓൺ ചെയ്യാനായിട്ട്, മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി ധൃതി കൂട്ടാതിരിക്കുക എല്ലാ കാര്യങ്ങളിലും. ഡിസിഷൻസിലായിക്കോട്ടെ, ഒരു കൺക്ലൂഷനിൽ പെട്ടെന്നൊരു നമ്മളൊരു പല കാര്യങ്ങളും ചിന്തിച്ചിട്ടൊരു ഡിസിഷനിലെത്തുമല്ലോ, അതിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളെയും പെർസീവ് ചെയ്യുന്ന, മനസ്സിലാക്കുന്ന രീതി, പെട്ടെന്ന് നമ്മൾ ഒരു കൺക്ലൂഷനിലെത്താതിരിക്കുക. ഈ ഒരു സമയത്ത് കുറച്ച് സമയമെടുക്കുക. നിങ്ങൾ ആവശ്യത്തിന് സമയമെടുത്തിട്ട് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് ഈ ഒരു സമയത്ത് പറയുന്നത്. സ്ലോ ആൻഡ് സ്റ്റഡി. ഓക്കെ, കുറച്ച് പേരോട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പവർ എന്താണ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പാസ്റ്റിൽ നമ്മൾ സ്കൂളിൽ വന്നിട്ട് നമ്മൾ പല ലെസൺസും ലേൺ ചെയ്തിട്ടുണ്ട്. പല കയോസ് ഉണ്ടാകാം, പല ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടാകാം, ഒത്തിരി സഫറിങ്സ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, പക്ഷെ അതൊന്നും നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നില്ല. അതൊന്നും കൊണ്ടിട്ട് നിങ്ങൾ ഏറ്റവും മോശമായിട്ടുള്ളൊരു വ്യക്തിയാണ്, ഓക്കെ, നിങ്ങളുടെ ലൈഫ് ഏറ്റവും ലോ ആയിട്ടാണ് ഇരിക്കുന്നത്, അങ്ങനത്തെ ആ ഒരു വിക്ടിമൈസേഷൻ, ആ ഒരു വിക്ടിം മെൻറ്റാലിറ്റി, എനിക്ക് കുഴപ്പമുണ്ട്, എൻ്റെ ലൈഫിൽ ഞാൻ ഒത്തിരി സഫർ ചെയ്തു, ആ ഒരു കംപ്ലെയിനിങ് മോഡിൽ നിന്നിട്ട് പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം. അതിന് പകരമായിട്ട് നിങ്ങളുടെ പവർ, ഓക്കെ, ആ ഒരു ഡിവൈൻ എനർജി, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ആ ഒരു ഡിവൈൻ എസൻസ് ഉണ്ട്. ഈശ്വരൻ്റെ ആ ഒരു ചൈതന്യം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കാനായിട്ടാണ് ഈ ഒരു സമയത്ത് പറയുന്നത്. ഇവിടെ ഡെവിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അഗെയിൻ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് തോട്ട്സ്. ഇവിടെ ഈ ഒരു 7 ഓഫ് കപ്സിലും ഒത്തിരി കൺഫ്യൂഷൻ്റെ എനർജിയാണ്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേരോട് പറയുന്നുണ്ട് സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്, എന്ത് ടൂളാണ് യൂസ് ചെയ്യുന്നത്, അതും കുറച്ച് കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കറക്റ്റ് മൈൻഡിലിരുന്നിട്ട്, ആ ഒരു പീസ്ഫുൾ മൈൻഡിലിരുന്നിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഗ്രൗണ്ടിങ് എനർജി, നിങ്ങളുടെ ആ ഒരു റൂട്ട് ചക്ര ബാലൻസ് ചെയ്ത് നിർത്താനായിട്ടും ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു 8 ഓഫ് പെൻറ്റക്കിൾസിൽ വന്നിട്ട് ഈ ഒരു വ്യക്തി ഹാർഡ് വർക്ക് ചെയ്യാണ്, പണി ചെയ്യാണ്, പക്ഷേ ഈ താഴെ ഒരു പെൻറ്റക്കിൾ ഉണ്ട്. അത് ഈ ഒരു വ്യക്തി ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത ഒരു ജോബാണ്. ഇത് പാസ്റ്റിലെ എനർജീസ് ആയിരിക്കാം. അപ്പോൾ കാര്യങ്ങളെ കുറച്ചും കൂടെ
വ്യക്തമാക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ പാസ്റ്റിൽ സംഭവിച്ചത് അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത്, അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടിട്ട് മുന്നോട്ട് പോകുന്നത് നിങ്ങളെ ഇന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് പേരോട് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ ആരുടെ കൂടെയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്? ഇത് കുറച്ച് പേർക്ക് വർക്ക് സ്പേസിലായിരിക്കും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു സ്പേസിൽ കുറച്ചൊരു ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാനായിട്ട്, അതുപോലെ തന്നെ സെൽഫ് ലവിന് എത്രയൊക്കെ ഒപ്പോസിഷൻ, എത്രയൊക്കെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും നിങ്ങളെ എന്താ പറയുക, നിങ്ങൾ സ്നേഹിക്കാനായിട്ട്, ആ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അതുപോലെ തന്നെ ഈ ഒരു വേൾഡ് കാർഡിൽ നിന്നിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് മണി, ഫിനാൻസ്, അല്ലെങ്കിൽ ആ ഒരു അബണ്ടൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. കുറച്ച് പേര് ഇൻ്റർനാഷണൽ ട്രാവലൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഗുഡ് ന്യൂസ് ഈ ഒരു സമയത്ത് വരുന്നുണ്ടാകാം. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മണി, ഫിനാൻസ് ഓക്കെ ആകുന്നതായിരിക്കാം, വിസ അപ്രൂവ് ആകുന്നതായിരിക്കാം, എന്തെങ്കിലും കൺഫർമേഷൻ ലഭിക്കുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോറിൻ ഗുഡ്സ്, വിദേശത്ത് നിന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ്സ് ലഭിക്കുന്നതായിരിക്കാം. ഓക്കെ, ഇൻ്റർനാഷണൽ എനർജി ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് ഈ ഒരു ദിവസം പുതിയ ടെക്നോളജി, പുതിയ കാര്യങ്ങൾ, അതിനെക്കുറിച്ചിട്ടൊക്കെ അറിവ് നേടുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പറയുന്നത് യു ആർ ലവ് ഇറ്റ് സെൽഫ്. നിങ്ങൾ സ്നേഹമാണ്. ലവ് യുവർ സെൽഫ്, യു ആർ ലവ്ഡ്. ഓക്കെ, ഫൈനലായിട്ട് നിങ്ങളുടെ അഫർമേഷൻ എന്താണെന്ന് നോക്കാം. പായൽ നമ്പർ 1ൻ്റെ അഫർമേഷൻ എന്താണ്? ഇവിടെ ഐ റേഡിയേറ്റ് കോൺഫിഡൻസ്, ഗ്രേസ് ആൻഡ് പോയ്സ് ഇൻ എവറി സിറ്റുവേഷൻ ഐ എൻകൗണ്ടർ. ഇന്നത്തെ ദിവസം എന്തെല്ലാം ചാലഞ്ചസ് വന്നാലും, എന്ത് സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാലും അത് ഞാൻ ധൈര്യപൂർവ്വം, കോൺഫിഡൻസ് ആയിട്ട് അത് നേരിടുന്നതാണ്. ഗ്രേസ്ഫുള്ളി അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ഒത്തിരി ദേഷ്യം അല്ലെങ്കിൽ റിവഞ്ച് അതിൽ നിന്നെല്ലാം മാറിയിട്ട് ആ ഒരു സ്നേഹം, ആ ഒരു ലവ്, ആ ഒരു കമ്പാഷൻ്റെ എനർജിയിലിരുന്നിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ലവ് ചൂസ് ചെയ്യുക, പ്രത്യേകിച്ചും നിങ്ങളെ സ്നേഹിക്കാനായിട്ട് മറക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം ഡാർക്ക് തോട്ട്സ്, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അതെല്ലാം അവോയ്ഡ് ചെയ്യുക. കാരണം ഓൾറെഡി നിങ്ങൾ അതിൽ നിന്ന് ലെസൺസ് ലേൺ ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് വിസ്ഡം ഉൾക്കൊണ്ടിട്ട് മുന്നോട്ട് പോകേണ്ട ടൈമാണ്. ഓക്കെ, അപ്പോൾ പാസ്റ്റിൽ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടായി അതിൽ തന്നെ ഇരുന്നുകൊണ്ടിരിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഒരു സമയത്തോട്ടുള്ള നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. പായൽ നമ്പർ 2 നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് യാരോ ആണ്. ബൗണ്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിർവരമ്പുകളാണ്. ഇപ്പോൾ വീടിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് വാളാണ്. ഓക്കെ, അതുപോലത്തെ എനർജി. നമുക്ക് നോക്കാം. താങ്ക് യു. സിക്സ് ഓഫ് കപ്സ്, 2 of pentacles, 2 of swords, 5 of wands, again 5 of swords, Knight of Pentacles. ബാക്കിൽ ദ ലവേഴ്സ് ആണ്. ഈ ഒരു സമയത്ത് ലവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പാസ്റ്റിലുള്ള എനർജീസ് റിട്ടേൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, ഓക്കെ, ചിലപ്പോൾ ഇത് മെമ്മറീസിൻ്റെ രൂപത്തിലായിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ആ ഒരു മെമ്മറി നിങ്ങളെ ഒത്തിരി ഡീപ്പായിട്ടുള്ള വൂൺസിലോട്ട് അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള ആ ഒരു ഡാർക്ക് തോട്ട്സിലോട്ട്, വേണ്ടാത്ത ചിന്തകളിലോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ടാകാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അവിടെയെല്ലാം ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ എനർജിയിലോട്ട് പോകാതിരിക്കുക. ഇവിടെ 5 of swordsഉം wandsഉം swordsഉം വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു 2 of swords വന്നിട്ട് മൈൻഡും അതുപോലെ തന്നെ നമ്മളുടെ ഹാർട്ട് സ്പേസും ബ്ലോക്ക് ചെയ്തിരിക്കുന്ന എനർജിയാണ്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ആ ഒരു 2 of pentaclesൻ്റെ എനർജി, ബാലൻസിൻ്റെ എനർജിയിലോട്ട് വരാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അപ്പോൾ ഇവിടെ യാരോ പറയുന്ന പോലെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്
ഷീൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും നെഗറ്റീവ് എനർജീസ്, ടോക്സിക് ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ചിന്തകളിൽ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ലിറ്ററലി ഫിസിക്കൽ രീതിയിലായിരിക്കാം. അവിടെ ഒന്ന് ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ചും കൂടെ സ്നേഹം ആവശ്യമാണ്. ആ ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള എനർജി, അവിടെ ഒരു അവെയർനെസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതായത് പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ കൊണ്ടിട്ട് നിങ്ങളെ ഡിഫൈൻ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ നെഗറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾ ഒഫൻഡഡ് ആകുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു അവെയർനെസ്, ഒരു അവബോധം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ആ ഒരു വ്യക്തി പറയുന്നത് ആ ഒരു വ്യക്തിയുടെ ക്വാളിറ്റിയാണ്. അതെങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് എടുക്കണം എന്നുള്ളത് നമ്മളുടെ ക്വാളിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് കമ്പാഷനേറ്റ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക, സ്നേഹത്തോടു കൂടി ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇൻ കേസ് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓറയിൽ എന്തെങ്കിലുമൊക്കെ എനർജി ലീക്കേജ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എനർജി കുറഞ്ഞു പോകുന്നുണ്ട്, ഒത്തിരി ക്ഷീണം വരുന്നുണ്ട്, അതെല്ലാം നിങ്ങളെ ഇന്നത്തെ ദിവസം ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലെൻസിങ് ആയിട്ട് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവായിട്ട് നിർത്താനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് മനസാന്നിധ്യവും ആവശ്യമാണ് ഇന്നത്തെ ദിവസം വന്നിട്ട്. അതായത് മഴ വരുമ്പോഴാണ് നമ്മൾ കുടയെടുക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ വെയിൽ വരണ സമയത്ത്. അല്ലാതെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിൽ നമുക്ക് കുടയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു കിണറിൻ്റെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം, അതിൻ്റെ വാൾസ് എന്താ പറയുക സ്ട്രോങ് ആണോ, നമ്മുടെ സേഫ്റ്റി കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. അപ്പം ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് നിങ്ങൾ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡിലിരുന്നിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, ഡിസിഷൻസ് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ആക്ഷൻസ്, ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ചൂസ് ചെയ്യുക. സ്റ്റെബിലിറ്റിയുടെ എനർജി, നിങ്ങൾക്ക് സ്റ്റേബിൾ അല്ലാത്ത കാര്യങ്ങൾ, നിങ്ങളുടെ എനർജിയിൽ ഒരു ഫ്ലക്ച്വേഷൻ കൊണ്ടുവരുന്നത്, അതായത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ സാധിക്കുന്നില്ല, ഒത്തിരി എന്താ പറയുക പാസ്റ്റ് മെമ്മറീസ് കൊണ്ടിട്ട് ഒത്തിരി വിഷമങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജി, ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജി ചൂസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു സമയത്ത് പറയുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ട്രൂ പാഷൻ എന്താണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ എനർജി ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുന്നത്, അതായത് ഒരു സ്ഥലത്ത് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അതായിരിക്കും നിങ്ങളുടെ പാഷൻ വന്നിട്ട്. കുറച്ച് പേർക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കഴിവുകൾ ഉണ്ടാകുക. അപ്പോൾ അതിലോട്ട് നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ചെയ്യാനായിട്ടും ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ബ്യൂട്ടി, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ബാലൻസ് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ട്രൂ പാഷൻ എന്താണ്, നിങ്ങളുടെ ഇൻസ്പിറേഷൻ എന്താണ്, ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ആ ഒരു ഫ്ലോ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും. കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത് പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ബാലൻസ് ഇല്ലാതിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു 5 ഓഫ് സോഡ്സിൽ വഴക്കാണ്, ആർഗ്യുമെൻറ്റ്സ് ആണ്. ഓക്കെ, അത് കുറച്ച് പേർക്ക് ഇവിടെ ഒരു സറണ്ടറിലോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് പോകുന്നതായിരിക്കാം, വിട്ട് കളയുന്നതായിരിക്കാം. ഓക്കെ, ഇനി അതിൽ ഇരുന്നിട്ട് കാര്യമില്ല, ഇനി ആർഗ്യൂ ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ എൻ്റെ ലൈഫായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതാണ്, ആ ഒരു എനർജി ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം അത് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അത് ആ ഒരു സ്നേഹം, ലവ് കൊണ്ടിട്ട് അതൊന്ന് ബാലൻസ് ചെയ്യുന്ന എനർജിയും ആകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, കുറച്ച് പേർക്കപ്പോൾ ഇവിടെ ആർക്കേഞ്ചൽ റാഫേൽ വന്നിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഹീലിംഗ് ആയിരിക്കാം. ഇവിടെയും 8 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചിലപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഹീലിങ്ങിലോട്ട് വരുന്ന ഒരു എനർജിയും കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് പേര് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വഴക്ക്, ഈ ഒരു ആർഗ്യുമെൻറ്റ്സ് വേണ്ടെന്ന് വെച്ചിട്ട് കുറച്ചും കൂടെ സ്റ്റേബിളായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. അതിന് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, ആ ഒരു മനസാന്നിധ്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, നിങ്ങളുടെ അഫർമേഷൻ എന്താണെന്ന് നോക്കാം. താങ്ക് യു. ഓക്കെ, നിങ്ങൾക്ക് 2 അഫർമേഷനാണ് വന്നിരിക്കുന്നത്. ഐ ഹാവ് ഓൾ ദ ക്വാളിറ്റീസ് ആൻഡ് സ്ട്രെങ്ത് നീഡഡ് ടു ഫുൾഫിൽ മൈ ഡ്രീംസ്. എഗെയിൻ ആ ഒരു എനർജിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വന്നിട്ട് ഐ ആം സ്ട്രോങ്, കേപ്പബിൾ ആൻഡ് റെസിലിയൻറ്റ് ഇൻ ഓൾ ദാറ്റ് ഐ ഡു.
ഇവിടെയും വന്നിട്ട് ആ ഒരു സ്ട്രെങ്ത്, നിങ്ങളുടെ കേപ്പബിലിറ്റിയാണ് കാണിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് വന്നിട്ട് പറയുന്നത് നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ക്വാളിറ്റീസാണ് എൻ്റെ ഉള്ളിലുള്ളത്. ചിലപ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കാം, ഓക്കെ, ക്രിയേറ്റീവായിട്ടുള്ള ടാലൻ്റ് ആയിരിക്കാം. അപ്പോൾ എന്താണോ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ പോളിഷ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക. അവിടെ കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് ഇടയ്ക്ക് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. നിങ്ങളൊരു ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, എനിക്കിനി എന്താ പറയുക എനർജി ഇല്ല ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ലേസി എനർജി, എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്ത് കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മളുടെ ഈഗോ, നമ്മുടെ മൈൻഡ് വന്നിട്ട് പല ഗെയിംസും കളിക്കുന്നതാണ്. ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് അത് എൻലാർജ് ചെയ്ത് നമ്മളെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് സ്ഥലത്താണ് ഫോക്കസ് കൊടുക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മൈൻഡിലും ഹാർട്ട് സ്പേസിലും കുറച്ചൊരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.